ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബേത്തു ഡയറീസ്. അങ്ങനെ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ Q&A വീഡിയോ. ഞാൻ എൻ്റെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത മുതൽ കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. ചേച്ചിൻ്റെ പേരെന്താണ്, വയസ്സെത്രയായി, നാട്ടിലെവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മളെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം നമുക്കൊരു Q&A വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഈ ഇപ്പോൾ 10K ആയിട്ട് ഇപ്പോൾ കുറച്ചായി, പക്ഷേ വീഡിയോ ലാഗ് ആയതിൻ്റെ കാരണം ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എന്തായാലും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം. അതേപോലെ നമ്മളെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറുക, വീഡിയോസൊക്കെ കാണാം. കണ്ടിട്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ എന്നെ പറ്റിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം. എൻ്റെ പേര് കാർത്തിക എന്നാണ്. എനിക്ക് വയസ്സ് 24ആയി. നാട്ടിൽ ഞാൻ കാസർഗോഡാണ് സ്ഥലം. ഇപ്പോൾ കറൻ്റ്ലി ഞാനുള്ളത് ഡൽഹിയിലാണ്. ബേത്തൂർ എന്താണെന്ന് ചോദിക്കുന്നവരോട്, ബേത്തൂർ എൻ്റെ തറവാട്ട് പേരാണ്. അതാണ് ചാനലിൻ്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത്, ബേത്തൂർ ഡയറീസ്. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു അനിയത്തിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. അപ്പോൾ അതല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഞാൻ സെക്ഷൻ വൈസ് ആയിരിക്കും മിക്കവാറും ആൻസർ ചെയ്യലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെയാണ് ജോലി കിട്ടുക, എന്തൊക്കെ സ്കോപ്പാണ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാലും മതി. അതല്ലാണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ പറയാം. ഇപ്പോൾ ഞാൻ ഭയങ്കര ബേസിക് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് പെട്ടെന്ന് തന്നെ പോവാം. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട്. കുറേ പേര് ചോദിക്കലുണ്ട് എന്താ ജോലി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ഡൽഹി എയിംസിലാണ്. ഡൽഹി എയിംസിൽ ഒരു പ്രോജക്റ്റ് ടെക്നിക്കൽ സ്റ്റാഫായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസമാണ് ഈ ഒരു ജോലിയിൽ ജോയിൻ ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്തത്. നാട്ടിലൊരു പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ ജോലി എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, പത്രത്തിൽ ജോബ് വേക്കൻസി കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ സെലക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അപ്പോൾ ആ സമയത്തും കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് അതിന് എന്താണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊരു ആൻസർ ആയി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എത്രാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന 23-ാം വയസ്സിലാണ്. 23-ാം വയസ്സിൽ തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോലി കിട്ടിയിട്ടുണ്ടായിന്. ജോലി കിട്ടിയതിന് ശേഷം ലൈഫിൽ എന്തെങ്കിലും മാറ്റം വന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ ലൈഫിൽ വലിയ മാറ്റം വന്നോ എന്ന് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ അടുത്ത സെക്ഷൻ യൂട്യൂബാണ്. യൂട്യൂബിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ കൊറോണ ടൈം മുതലുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഓരോ കാരണം കൊണ്ട് സ്കിപ്പ് ചെയ്ത് എനിക്കിപ്പോഴാണ് ഒന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. എന്താണ് ഇൻസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ട്. ഇൻസ്പിറേഷൻ ഒന്നുമില്ല, എനിക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. ഞാൻ ചോദിച്ചത് ഫസ്റ്റ് വീഡിയോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എങ്ങനെയാണ് ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് എൻ്റെ മുഖം കാണിക്കാണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതും ചെറിയ ക്രാഫ്റ്റാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. ഒരു 5 ക്രാഫ്റ്റ് വീഡിയോസ് എന്തോ ഞാൻ ഇട്ടിട്ടുണ്ടായിനി. അതും വിത്തൗട്ട് വോയിസ് ഓവർ ആയിരുന്നു, മ്യൂസിക് മാത്രം ഇട്ടിട്ട്. പിന്നെ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഒരു ക്രാഫ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ മുഖം കാണിച്ചു. അങ്ങനെയാണ് എനിക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഒരു 5-6 വീഡിയോസ് ഞാൻ ക്രാഫ്റ്റിന് ഇട്ടിട്ടുണ്ടായിനി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നോർമൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ആദ്യം വോയിസ് ഓവർ കൊടുക്കാണ്ട് മ്യൂസിക് മാത്രം ഇട്ട് വീഡിയോ ചെയ്യുക. പിന്നെ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുത്തു തുടങ്ങുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നോർമലി ആ ഒരു കോൺഫിഡൻസ് വരുമ്പോൾ ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത സെക്ഷൻ യൂട്യൂബ് ഗ്രോത്തിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് 10K സബ്സ്ക്രൈബേഴ്സ് എത്തിയെന്ന് വെച്ചിട്ടുണ്ട്. 10K സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ചില വീഡിയോസൊക്കെ വൈറലാവും. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നില്ലേ, കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 10-20 വീഡിയോസ് ഇട്ടാൽ അതിലൊരു 1-2 വീഡിയോ വൈറലാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് തന്നെ നമ്മളെ വീഡിയോസ് പുഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ചാനൽ മോണിറ്റൈസ്ഡ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ചാനൽ മോണിറ്റൈസ്ഡ് ആയി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2025 കഴിയുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. 2026 സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് വേണം എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളെ ചാനൽ ആ സമയം കൊണ്ട് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിനി. പക്ഷേ ഇതുവരെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. നമ്മളെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്.
എന്നോട് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബാണോ റീൽസാണോ പ്രിഫർ ചെയ്യുക എന്നുള്ളത്. ഞാൻ എപ്പോഴും യൂട്യൂബായിരിക്കും പ്രിഫർ ചെയ്യുക. ബേത്തു ഡയറീസിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട്, പക്ഷെ ഞാനതിൽ വീഡിയോസ് ഇടുന്ന ഭയങ്കര കുറവാണ്. എന്നോട് പലരും ചോദിക്കലുണ്ട് ഇൻസ്റ്റഗ്രാമിലും കൂടി ആക്റ്റീവ് ആയിക്കൂടെ, അതിലും കൂടി വീഡിയോസ് ഇട്ടുകൂടെ എന്നുള്ളത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിലും കൂടി ആക്റ്റീവ് ആവണം എന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രയോറിറ്റി യൂട്യൂബാണ്. യൂട്യൂബിലാണ് ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ്. ഇപ്പം നാളെ ഒരാൾക്ക് ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഏതാ നല്ലതെന്ന് വെച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ കയറാം. ഇൻസ്റ്റഗ്രാം ത്രൂ യൂട്യൂബിലേക്ക് വരുന്ന കുറേ പേരുണ്ട്, അതും നല്ലതാണ്. പക്ഷേ നിങ്ങളൊരു ആണ്, സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ, കംഫർട്ടബിളിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സമയം ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇപ്പം തന്നെയാണ്. എത്ര ലേറ്റ് ആക്കുന്നോ നിങ്ങൾക്ക് അത്ര റിഗ്രറ്റ് അടിക്കും കുറേ കഴിയുമ്പോൾ. അതുകൊണ്ട് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്ര പെട്ടെന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അടുത്തത് ഷൂട്ടിങ്ങും എഡിറ്റഡും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏത് ഗാഡ്ജറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോണാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫോൺ iPhone 16 Pro ആണ്. അപ്പോൾ ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് CapCut അല്ലെങ്കിൽ ഇൻഷോട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്സ്. പിന്നെ പബ്ലിക്കിൽ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യലെന്ന് ചോദിച്ചിട്ടുണ്ട്. പബ്ലിക്കിൽ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അഥവാ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ വോയിസ് ഓവർ കൊടുക്കലാണ് പതിവ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 20 മിനിറ്റിൻ്റെ വീഡിയോ ആണെന്നാണെങ്കിൽ അത് ആക്ച്വലി ഒരു 2 മണിക്കൂറിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് ആക്കണമെങ്കിൽ ഓൾമോസ്റ്റ് 3-4 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഇരിക്കേണ്ടി വരും. അതല്ലാണ്ട് ഷോർട്സിലാണെങ്കിൽ, ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റിൽ നമുക്ക് വീഡിയോ എടുക്കാം, എഡിറ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. കുക്കിംഗ് വീഡിയോസൊക്കെ ആണെങ്കിലാണ് അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കുക. അതായത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ടൈം എടുക്കണം. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഓരോരോ ഭാഗം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം സ്കിപ്പ് ചെയ്യാണ്ട് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ അതിനെന്തായാലും ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഏത് വീഡിയോ ആണ് എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എത്ര ടൈം എടുക്കുന്നത് എന്നുള്ളത്. പിന്നെ 2-3 ചോദ്യം വന്നത് നെഗറ്റീവ് കമൻസിന് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കുന്നത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ടാൽ നെഗറ്റീവ് കമൻസ് വരാറുണ്ട്, പക്ഷെ ഭയങ്കര കുറവാണ്. ഇപ്പം നെഗറ്റീവ് കമൻസ് എന്നെ മെൻ്റലി, ഇമോഷണലി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രസീവ് ആയിട്ടുള്ള ബാഡ് വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ട സ്പോട്ടിൽ ഞാനത് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അധികം ആലോചിക്കുകയൊന്നുമില്ല. അതല്ലാണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനനുസരിച്ചുള്ളൊരു നെഗറ്റീവ് കമൻറ്റ് വരും. അതായത് ആരെങ്കിലും യൂസ് ചെയ്തിട്ട് അവർക്കത് നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ അവരെന്തായാലും അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, എനിക്ക് കുറേ കൊളാബറേഷൻ റിക്വസ്റ്റ് വരുന്നുണ്ട്. ബ്രാഗ് ചെയ്യാൻ വേണ്ടി പറയല്ല, എനിക്ക് കുറേ കൊളാബറേഷൻ റിക്വസ്റ്റ് വരലുണ്ട്. പക്ഷേ ഞാൻ ജെന്യൂനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ആദ്യം മുതൽ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പം നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും എനിക്ക് അതിനനുസരിച്ചുള്ള ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഐ നോ ദ പ്രൊഡക്റ്റ്. ഞാൻ ഭയങ്കര സെലക്റ്റഡ് ആയിട്ട് മാത്രമേ പ്രൊമോഷൻസും കൊളാബറേഷൻസും ഒക്കെ ചെയ്യാറുള്ളൂ. അതല്ലാണ്ട് ബാക്കി എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ഞാൻ 1-2 വീഡിയോ 3 വീഡിയോസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഞാൻ ആ പ്രൊഡക്റ്റ് ജെന്യൂൻലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. എൻ്റെ വീഡിയോസൊക്കെ ആദ്യം മുതലേ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ ഫേസ് വാഷ് ഏതാണെന്നും എൻ്റെ മോയ്സ്ചറൈസർ ഏതാണെന്നും എൻ്റെ സൺസ്ക്രീൻ ഏതാണെന്നുള്ളതും. കാരണം ഫസ്റ്റ് മുതൽ ഇപ്പം വരെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കാറും. അതല്ലാണ്ട് ഞാൻ പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്താൽ എനിക്ക് ശരിക്കും ഇഷ്ടമെങ്കിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത് ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യാറാണ് പതിവ്. പിന്നെ ഓരോ ആൾക്കാരുടെ സ്കിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, ഇപ്പം എനിക്ക് വർക്കായ ഒരു കാര്യം നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല, ഇറ്റ് മൈറ്റ് ബി ഡിഫറെൻറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആലോചിച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് ചെയ്യുക. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ സേഫ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നെഗറ്റീവ് കമൻറ്റ് വന്നാൽ നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ചോദിച്ചൊരു കാര്യമാണ് ആൾക്കാർ കളിയാക്കുന്നത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കിപ്പോൾ 100K 1 million ആവുന്നതിന് മുമ്പ് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 100K 1 million എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആൾക്കാർ നമ്മളെ കളിയാക്കും. പക്ഷേ ഈ കളിയാക്കുന്നവർ നമ്മൾ 100K 1 million ആയാൽ എനിക്കറിയുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ കളിയാക്കുന്നവർ കളിയാക്കും,
നമ്മൾ അതിങ്ങനെ തലയിലെടുക്കാൻ നിന്നാൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവൂ. ഞാൻ എല്ലാ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. അതായത് നമ്മളെ ലൈഫാണ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം കുറേ കഴിയുമ്പോൾ ഓരോരാൾ ഓരോരോ വഴിക്ക് പോകും, പിന്നെ നമ്മൾ ഒറ്റക്കാവും. അപ്പോൾ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ എത്രയും ലേറ്റ് ആക്കാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കളിയാക്കുന്നവർക്ക് ഒരു 1-2 കളിയാക്കലൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നെങ്കിൽ തിരിച്ച് പറയാം, അല്ലെങ്കിൽ അത് തിരിച്ച് തമാശയൊക്കെ അല്ലെങ്കിൽ ഒഴിവാക്കി വിടാം. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമായിരിക്കും. ഇപ്പോൾ പൈസ കിട്ടുന്നതാണെങ്കിലും അങ്ങനെ കൊളാബറേഷൻ പ്രൊഡക്ട്സ് കിട്ടുന്നതാണെങ്കിലും ഒക്കെ നമുക്കാണ് കിട്ടുന്നത്. അത് കേട്ട് നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ അപ്പോഴാണ് നമുക്ക് നഷ്ടം വരുന്നത്. അല്ലാണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അവർ കളിയാക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലാഭവും കിട്ടാനില്ല, വെറുതെ കളിയാക്കുന്നതാണ്. അവരിപ്പോൾ എല്ലാവരെയും കളിയാക്കുന്നുണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരാളെ കളിയാക്കുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അത് അങ്ങനെ കണ്ടാൽ മതി. ബാഡ് ഡേയ്സിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാഡ് ഡേയ്സിൽ ഞാൻ പോസിറ്റീവായിട്ട് നിൽക്കാറില്ല. ബാഡ് ഡേയ്സിൽ ഞാൻ നെഗറ്റീവായിട്ട് തന്നെയാണ് നിൽക്കാറ്. അതായത് ഇപ്പോൾ സങ്കടം വന്നാൽ ഞാൻ കരയും, ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും. ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഈ ചിരിച്ച് കാണുന്നത് അല്ല ഇപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫിലും നിങ്ങൾ ഈ കാണുന്നതായിരിക്കില്ല അവരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. റിയൽ ലൈഫിൽ അവർ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ബാഡ് ഡേയ്സിൽ ഞാൻ പോസിറ്റീവായിട്ട് നിൽക്കാൻ, ബാഡ് ഡേയ്സിൽ നെഗറ്റീവായിട്ട് തന്നെയാണ് നിൽക്കാറ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബാഡ് ഡേയ്സ് കരയേണ്ട ഒരു ഡേ ആണെങ്കിൽ കരയും, ദേഷ്യപ്പെടേണ്ട ഒരു ഡേ ആണെങ്കിൽ ദേഷ്യപ്പെടും. ലെറ്റ് ഇറ്റ് ഗോ. എന്താണോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇമോഷൻസ് എന്താണോ അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും വലിയ ഡ്രീം എന്താണ് ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറേ സ്ഥലങ്ങൾ കാണണം. എനിക്ക് ജപ്പാൻ പോകണം, അതേപോലെ സ്വിറ്റ്സർലാൻഡ് പോകണം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കറങ്ങാൻ പറ്റണം. അതല്ലാണ്ട് ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് 100K അടിക്കണം, പിന്നെ 1 million അടിക്കണം, അത് കഴിഞ്ഞ് നല്ല നല്ല കൊളാബറേഷൻസ് കിട്ടണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ അടുത്തത് കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് സംതിങ് യു ആർ കറൻ്റ്ലി വർക്കിംഗ് ഓൺ ഇംപ്രൂവിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ്. അതായത് ലൈക്ക് ജോലി കഴിഞ്ഞ് യൂട്യൂബും കൂടി ഫോക്കസ് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ കൂടി നോക്കണം. അപ്പോൾ ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ എം കറൻ്റ്ലി വർക്കിംഗ് ഓൺ ഇംപ്രൂവിങ്. അതല്ലാണ്ട് വാട്ട് ഡു യു സേ ടു സമ്മൺ ഹൂ ഇസ് സ്കെയർഡ് ടു സ്റ്റാർട്ട് എന്ന് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുന്നോ അത്ര നേരത്തെ തുടങ്ങുന്നതാണ് നല്ലത്. ലൈക്ക് അതർവൈസ് വിൽ റിഗ്രറ്റ് ലേറ്റർ. നമുക്ക് എന്തായാലും പിന്നെ റിഗ്രറ്റ് വരും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ചെയ്യാം. നമുക്കിപ്പോൾ സന്തോഷം കിട്ടുന്ന കാര്യമാണെങ്കിൽ ഡോണ്ട് ലൈക്ക് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതിന് പകരം ജസ്റ്റ് ഡു ഇറ്റ് റൈറ്റ് നൗ. വാട്ട് ഈസ് സംതിങ് പീപ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡ് അബൌട്ട് യു. അധികം ആൾക്കാരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ കമ്പനി ആയാൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ആദ്യം വിചാരിച്ചു ഭയങ്കര ജാടയാണെന്ന്, പിന്നെ കമ്പനി ആയതിനു ശേഷം മനസ്സിലായത് ഭയങ്കര കൂളാണെന്നൊക്കെ. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ അടുത്ത ചോദ്യം, സംതിങ് ദാറ്റ് യു ആർ വെരി ബാഡ് അറ്റ്. എനിക്ക് തോന്നുന്നു ഇസ് മെയിൻറ്റെയിനിങ് ഫ്രണ്ട്ഷിപ്പ് ത്രൂ സോഷ്യൽ മീഡിയ. അതായത് ലൈക്ക് എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഓൺലൈൻ മീഡിയ ത്രൂ, അതായത് വാട്സപ്പൊക്കെ ത്രൂ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. ഐ എം വെരി ബാഡ് അറ്റ് ഇറ്റ്. ഇപ്പം നിങ്ങൾ എന്നെ നേരിട്ടാണ് കാണുന്നതെങ്കിൽ ഐ വിൽ സ്റ്റിൽ ഹാവ് ദാറ്റ് യുനോ ആ ഒരു ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ 10 കൊല്ലം മുമ്പ് എങ്ങനെയാണോ കണ്ടത് ഞാൻ അങ്ങനെയായിരിക്കും നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോഴും. ലൈക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് അറിയാം എനിക്ക് മെസ്സേജ് അയക്കാൻ വലിയ താല്പര്യമില്ല, ഞാൻ അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കില്ല. സോ യാ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അധികം ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഏകദേശം എല്ലാം ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം എന്തൊക്കെയോ ഒരു അപഗതി ഉണ്ടെന്ന്, പക്ഷേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതൊക്കെ ശരിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.